സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ സംശയം അയാളെ തന്നെയാ. ആര്? അളിയനോ? അതെ, ജുവല് തിരിച്ചു വന്നതിന് ശേഷം അയാൾക്ക് പുതിയൊരു ബലം വന്നതുപോലെയാ. ആ സംഭവം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താൻ വരും. അളിയനാണെങ്കി നമ്മൾ പേടിക്കണ്ട. സംഭവം നടന്നതിന് സാക്ഷിയാണെങ്കിലും അതെവിടെയാ എങ്ങനെയാ മറവ് ചെയ്തതെന്നൊന്നും അളിയൻ അറിയില്ല. ആ സമയത്ത് തന്നെ അളിയന്റെ സ്വബോധം പോവുകയും ചെയ്തല്ലോ. അതും നമുക്കൊരു ബലമാണ്. മനോനില തെറ്റിയ ആളാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് ഒരു കോടതിയും അത് വിശ്വാസത്തിലെടുക്കില്ല. ചേച്ചിയുടെ ഹസ്ബൻഡ് ആയതുകൊണ്ട് ചേച്ചിയുമായിട്ടൊരു സ്വരച്ചേർച്ചയില്ലായ്മ വന്നപ്പോ അടിസ്ഥാനരഹിതമായി ഉന്നയിച്ച ആരോപണമാണെന്നും വാദിക്കാം. സീനിയർ സിറ്റിസൺ, വനിത, അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ ചേച്ചി കിട്ടും. എടാ, പറഞ്ഞു നീ എന്നെ അപ്പോ കുഴപ്പമൊന്നും ഇല്ലെന്നാണോ നീ പറയുന്നത്? കുഴപ്പമുണ്ട് ചേച്ചി. അയ്യോ, ജുവൽ എന്തുമാത്രം അറിഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. കൂടുതൽ എന്തെങ്കിലും അവളുടെ നാവിൽ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരാൻ പാടില്ല. അപ്പോ അവൾക്ക് ജങ്ക് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഒരു ഷവർമ വാങ്ങിക്കണം. അതുകൊണ്ട് എന്താവാനാ? ഒരു നുള്ളു സയനൈഡും. ഇത് ഏക്കുവല്ലോ അല്ലേ ചേച്ചി? പിന്നല്ലാതെ. ചെറിയ സാധനം വല്ലതും ആണോ മിക്സ് ചെയ്തിരിക്കുന്നത്? പക്ഷെ നമ്മളാ ചെയ്തെന്ന് പുറത്തറിയത്തില്ലേ ചേച്ചി? ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയില്ലടി. അതാ ഭൂമിയുടെ ബുദ്ധി. അതല്ല ചേച്ചി, ഈ ഭക്ഷണത്തിലെ വിഷമൊന്നും അറിയാൻ പറ്റില്ലേ? നീ തോക്കിൽ കയറി വെടിവെക്കാതടി. പണ്ട് ഈ സാധനം കഴിച്ച് ഒരാള് മരിച്ച പത്രവാർത്തയൊക്കെ വന്നത് നീ ഓർക്കുന്നില്ലേ? അന്ന് വിഷം കലർത്തിയതായിട്ടൊന്നും അല്ല റിപ്പോർട്ട് വന്നത്. പഴകിയ മാംസം ചേർത്തതുകൊണ്ടാ പ്രശ്നം ഉണ്ടായതെന്നാ പറഞ്ഞത്. അന്ന് ഈ സാധനം വിൽക്കുന്ന കടകളൊക്കെ അടപ്പിച്ചു. അതുപോലൊരു ഓളത്തിന്റെ പുറത്ത് ഇതും അങ്ങ് പൊയ്ക്കുള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഡോക്ടർക്ക് കുറച്ച് പണമെറിയുന്നൊരു കാര്യല്ലേ, അത് ഭൂമി ചെയ്തോളും. പക്ഷെ ജുവൽമോള് കഴിക്കുന്ന ഭക്ഷണത്തിൽ മാത്രം വിഷം എങ്ങനെ വന്നൊരു ചോദ്യം വരില്ലേ? എടീ, ഷവർമ 4-5 എണ്ണം വാങ്ങിച്ചതേ അതുകൂടി മുൻകൂട്ടി കണ്ട. അതിലൊരെണ്ണം ഞാനും കഴിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം പുറത്തറിയുന്നതിനു മുമ്പേ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും. ശരീരത്ത് കുറച്ച് വിഷാംശം ഉണ്ടാകും. പിന്നെ വിഷം എവിടുന്ന് വന്നെന്ന് പ്രത്യേകിച്ച് പറയണോ? കാഞ്ഞ ബുദ്ധിയാണല്ലോ ലക്ഷ്മി ചേച്ചി. ബുദ്ധി എന്റേതല്ലോ, ഭൂമിനാഥന്റേതല്ലേ. കുഴപ്പമൊന്നും ഉണ്ടാവൂലല്ലോ ചേച്ചി? ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് നിനക്ക് എന്ത് കുഴപ്പമുണ്ടായെന്നാ? മര്യാദക്ക് ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വാടി. ചെല്ല്. അതാവേ
എന്റെ ഏഞ്ചൽ മോൾക്ക് എന്താ പറ്റിയത്? തിരിച്ചറിയുന്നില്ലല്ലോ മോളെ. ഇയാൾക്കെന്നോട് ദേഷ്യമാണോ അതോ സ്നേഹമാണോ? തല്ലേണ്ടിരുന്നില്ല. ആദ്യമായിട്ടാ ഞാൻ അവളുടെ ശരീരത്തിൽ കൈവയ്ക്കുന്നത്. സാരമില്ല മുരളിയേട്ടാ, ചെറിയ ശിക്ഷയൊക്കെ നല്ലതാ. ഇനിയത് ആവർത്തിക്കാതിരിക്കുമല്ലോ. നല്ല സങ്കടമായിട്ടുണ്ടാവക്ക്. എന്റെ വിഷമം കണ്ടിട്ട് അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാവും. ഡാഡിയോട് സോറി പറഞ്ഞിട്ട് എന്നോട് മിണ്ടിയാ മതിയെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അവള് സോറി പറയാൻ വന്നോ? ഇല്ലല്ലോ. ഞാൻ അടി കൊടുത്തതിന് അവൾക്ക് വിഷമമായിട്ടുണ്ടാവും. അതിനിടയിൽ നീ കൂടെ വഴക്ക് പറഞ്ഞോ? എല്ലാരും കൂടെ ഒരുമിച്ചാണോ ഒറ്റപ്പെടുത്തുക? ഫോട്ടോ സാരമില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കല്ലേ വേണ്ടത്? അത് കൊള്ളാം. ഡാഡിയുടെയും മോളുടെയും വഴക്കിനിടയിൽ തലയിട്ടാ ഇതാ കുഴപ്പം. വാ, നമുക്ക് അവൾ എന്ത് ചെയ്യണം നോക്കിട്ട് വരാം. മോളെ, ഇത് കഴിക്കും മോളെ. എനിക്ക് വേണ്ട. പായിലേക്ക് ഊത്തി കേറ്റിയാലോ? വേണ്ട, എന്റെ കയ്യിലെങ്ങാനും വിഷം പുരണ്ട. പിന്നെ അത് മതി. ഇത് മോൾക്ക് വേണ്ടി അമ്മമ്മ മേടിച്ചതാ. കഴിക്ക്. ഒന്ന് കഴിക്കും മോളെ ഇത്. എന്താ? ഷവർമ്മ. മോള് കഴിച്ചോ? ഇല്ല, വേണ്ടാന്ന് പറയുന്നു. ഇവക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധന. ഞങ്ങളോടുള്ള പിണക്കം കാരനാ വേണ്ടാന്ന് പറയുന്നത്. ജയി പൊയ്ക്കോ, ഞങ്ങൾ കഴിപ്പിച്ചോളാം. അതവിടെ വെച്ചിട്ട് പോവാനല്ലേ പറഞ്ഞത്? അല്ലെങ്കിൽ വേണ്ട, ഞാൻ കൊടുത്തോളാം. അത് ഇങ്ങ് തന്നേക്കുന്നേ. മോളിരിക്ക. ഇരിക്കടാ. മോൾ എന്താ ഇത് കഴിക്കാത്തെ? എനിക്ക് വേണ്ട. ഡാഡിക്കൊരു അബദ്ധം പറ്റിയതാ മോളെ. മോള് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോ ഡാഡിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റിയില്ല.
മോള് കഴിച്ചു. മമ്മി തരട്ടെ. എന്തായി, അവള് കഴിച്ചോ? ഇല്ല. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കഴിപ്പിച്ചിട്ടേ പോരാവൂന്ന്. അതിനിടയ്ക്ക് മോഹിത കൊച്ചും മുരളി സാറും കേറി വന്നു. ശ്ശോ. എന്നിട്ട് മോഹിത കൊച്ചു എന്റെ കയ്യിൽ നിന്ന് പ്ലേറ്റ് വാങ്ങിച്ചു. അത് കൊടുത്തിട്ട് നീ ഇങ്ങു പോന്നോ? എന്നോട് ഇറങ്ങിപ്പോകാൻ മുരളി സാറ് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ? ഈശ്വര, മോളുടെ പിണക്ക് ഇതുവരെ മാറിയില്ലേ? ദേ, ഇത് നമ്മള് 3 പേരും കൂടി ഷെയർ ചെയ്ത് കഴിച്ച് നമ്മുടെ പിണക്കൊക്കെ മാറ്റും. പകുതി കഴിക്കണേ. ആദ്യം മമ്മി കഴിക്കാം. മോളെ. അയ്യോ, അത് കള കിച്ചണിൽ തുറന്നു വെച്ചിട്ട് പോയി ജയ. ആ കള്ളപ്പൂച്ച വന്ന് തലയിട്ടതാ. അവൾ അതറിയാതെ ഇവിടെ കൊണ്ടുവന്ന് തന്നു അറിഞ്ഞു വന്നതാ ഞാൻ. അരകല്ലേ വെച്ച് അരച്ചാ പോലും ചാവില്ല ഈ അസത്ത്. അത്രയ്ക്ക് അതിന്റെ ആയുർബലം. ഞാനത് കഴിക്കാത്തത് ഡാഡിയോടും മമ്മിയോടും പിണക്കമുള്ളതുകൊണ്ടല്ല. എനിക്ക് ഇങ്ങനത്തെ ഭക്ഷണമൊന്നും ഇഷ്ടമല്ല. നേരത്തെ ഇഷ്ടമല്ലെന്നല്ലോ നിനക്ക്. ശരി, ഡാഡിയോട് പിണക്കമില്ലെങ്കിൽ ഡാഡിക്കൊരു കിസ് തന്നെ. ഉമ്മ. ഇനി മമ്മിക്ക്. ഉമ്മ. ഗുഡ് ഗുഡ്. അതെ, അപ്പൊ ഡാഡിയുടെ മോളുടെ പിണക്കം മാറിയില്ലേ? ഇനി ഞങ്ങൾ പോട്ടെ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ആരും സത്യം വിശ്വസിക്കുന്നില്ലല്ലോ. ഇത് തന്നെ ഇനി വഴി. എനിക്കൊരു നമ്പർ വേണമായിരുന്നു. ജയേ, എന്താ ശങ്കര? നമ്മുടെ നായ ടൈഗർ ചത്തു കിടക്കുന്നു. ചത്തെന്നോ? ആ, കഴിഞ്ഞ ആഴ്ച ഡോക്ടർ പരിശോധിച്ചപ്പോ ഒരു കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞേ? ഒരു കുഴപ്പമില്ലായിരുന്നു. സാർ അറിഞ്ഞ എന്നെ കൊല്ലും. ശങ്കരൻ അതിന് പ്രത്യേകിച്ച് വല്ലതും കൊടുത്തായിരുന്നോ? ഞാനായിട്ടൊന്നും കൊടുത്തില്ല. രാത്രി അഴിച്ചു വിട്ടപ്പോ അടുക്കളപ്പുറത്ത് കിടന്ന് ഷവർമ കഴിക്കുന്നുണ്ടായിരുന്നു. ഷവർമയോ? ആ, ഇന്നലെ ലക്ഷ്മി ചേച്ചി എന്റെ ഈ കാശ് തന്നിട്ട് വാങ്ങിച്ച ഷവർമയില്ലേ, അതായിരുന്നു. നായ ഷവർമ തിന്ന കാര്യം ശങ്കരൻ ആരോടും പറയണ്ട. ഞാൻ പറഞ്ഞില്ലെങ്കിലും മുരളി സാർ അറിയും. സാറ് ഡോക്ടറെ വരുത്തി നോക്കിപ്പിക്കും. സാറിന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ടൈഗറിന്. അതും ചില്ലറ വിലയുടെയാണോ? നായ ചത്ത കാര്യം ശങ്കരൻ മുരളി സാറിനോട് പറഞ്ഞായിരുന്നു. ഞാൻ ആദ്യം ജയോടാ പറയുന്നേ. പിന്നെ എന്തിനാ പോലീസ് വന്നത്? നിങ്ങളോട് നിന്നാ മതി. ശരി സാർ.
ചത്ത കാര്യം പറയില്ലേ ശങ്കര. എന്താ സാറേ? ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ട് വന്നതാണ്. കംപ്ലൈന്റ് ഇവിടെ നിന്നോ? ഇവിടെ ഒരു കുട്ടിയില്ലേ, മുരളിയുടെയും മോഹിതയുടെയും മകൾ. ജുവൽ. ആ, ജുവലാണോ ഏഞ്ചലാണോ എന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ആദ്യം ആ കുട്ടി ഒന്ന് വിളിക്കണം. എന്താ സാർ കാര്യം? ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു, ഇയാൾ കേട്ടോന്നറിയില്ല, ആ കുട്ടിയുടെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ട് വന്നതാ. ഓ, അനുസരണക്കേട് കാട്ടുന്ന കുട്ടികളെ മാതാപിതാക്കൾക്കും അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ഗുരുക്കൾക്കും തല്ലാൻ പോലും പറ്റാത്ത കാലമാണെന്ന് ഞാൻ മറന്നുപോയി. ഫോൺ എടുത്ത് കുത്തിയ ഉടനെ വരും ചൈൽഡ് ലൈനും ഹെൽപ്പ് സെന്ററും ഒക്കെ. എവിടെ പത്രക്കാരെയും ചാനലുകാരെയൊന്നും കാണുന്നില്ലല്ലോ. കംപ്ലൈന്റ് ഇന്നലെ രാത്രി തന്നെ കിട്ടിയതല്ലേ? പരാതി കിട്ടിയ രാത്രി തന്നെയാ. പത്രക്കാരും ചാനലുകാരും ഒക്കെ പുറകെ വരികയും ചെയ്യും. പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിനല്ല പരാതി. നിങ്ങളുടെ മൂത്ത മകൻ ജയറാമിന്റെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ടതാണ് കംപ്ലൈന്റ്. മനസ്സിലായി. നിങ്ങൾക്കൊരു പക്ഷേ ഇതൊരു പുതിയ കംപ്ലൈന്റ് ആയിരിക്കും. എന്റെ മകൻ ജയറാമിനെ കാണാതായിട്ട് വർഷം 6 കണ്ടെത്തി തരാൻ ഞാൻ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കംപ്ലൈന്റ് തന്നു. പോലീസും സ്പെഷ്യൽ ടീമും ക്രൈംബ്രാഞ്ചും ഒക്കെ അന്വേഷിച്ചു. ഒരു ഫലം ഉണ്ടായില്ല. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഞാൻ ഹൈക്കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു. വന്നു CBIന്റെ ടീം. കുറെ കാലം അന്വേഷിച്ചിട്ട് അവർക്കും ഈ കേസ് തെളിയിക്കാനായില്ല. ഇക്കാലയളവിൽ ഞാനും എന്റെ കുടുംബം അനുഭവിച്ച തീരാവേദനയെക്കുറിച്ച്, മനോവ്യാധിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഊഹമുണ്ടോ നിങ്ങൾക്ക്? മകനെ കാണാതായതിന്റെ ആകുലതയും സങ്കടവും ഒരു വശത്ത്, ഭർത്താവ് വിദേശത്തായതിനാൽ ഭാര്യ അന്യസംസർഗത്തിന് പോയെന്നും അത് നേരിട്ട് കണ്ട മകനെ അമ്മ കൊന്നു കുഴിച്ചു മൂടിയെന്നും കഥ മെനഞ്ഞു പത്രക്കാര് വേറൊരു വശത്ത്. ഇന്നും ഇവളിലുള്ള പൂർണ്ണ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാ ഈ കുടുംബം ഇന്നും പൊട്ടി തകർന്നു പോകാതെ നിലനിൽക്കുന്നത്. ഞങ്ങൾ മനുഷ്യരാണ് മിസ്റ്റർ. നിങ്ങളുടെ കുടുംബത്തിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ, നിങ്ങളുടെ മകനെയാണ് കാണാതായതെങ്കിൽ, നിങ്ങളുടെ ഭാര്യയെ പറ്റിയാണ് പത്രക്കാരും ചാനലുകാരും അപവാദ പ്രചരണം നടത്തിയതെങ്കിൽ, ഒരു നിമിഷം, ഒരേ ഒരു നിമിഷം അങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മുരളി, ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. സഹായിക്കാൻ വേണ്ടി ഒരുപാട് പേര് വന്നതാണ് മിസ്റ്റർ. മുഴുവൻ കിട്ടി ബോധിച്ചതുകൊണ്ടാ വേണ്ടാന്ന് പറയുന്നത്. മുരളി, ഞാൻ പറയുന്നതൊന്ന്. യു ഹാവ് നോ റൈറ്റ്സ് ടു സ്റ്റാൻഡ് ഹിയർ ഓഫീസർ. പോലീസും CBIയും അന്വേഷണം അവസാനിപ്പിച്ച് ഫയൽ മടക്കിയ കേസ് ഏത് കോടതി ഉത്തരവിന്റെ പേരിലാണ് നിങ്ങൾ റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതെന്നറിയാൻ ഞാൻ എന്റെ അഡ്വക്കേറ്റിനെ വിളിക്കാൻ അവസരം ഉണ്ടാക്കരുത്. 6 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിന്റെ ജൽപ്പനത്തിന്റെ പേരിൽ ഇനിയും എന്നെയും എന്റെ കുടുംബത്തിന്റെയും നാണം കെടുത്താൻ ഇറങ്ങി തിരിച്ചാൽ എന്ത് വില കൊടുത്തും ഈ യൂണിഫോം ഞാൻ ഊരിച്ചിരിക്കും. മുരളി, ഈ സാഹചര്യത്തിൽ ഒരു മനുഷ്യന് സംസാരിക്കാൻ പറ്റുന്ന ഏറ്റവും മാന്യമായ ഭാഷയിൽ ഞാൻ പറയാ. പ്ലീസ് ക്ലിയർ ആണ്. പോലീസങ്ങളെ കൊണ്ടുപോളെ, ഞാൻ പറഞ്ഞിട്ടുള്ള ഈ പ്രായത്തിൽ ഫോൺ കൊടുക്കരുത്. എന്നെ വീട്ടിൽ അടങ്ങി നിൽക്കും മോളെ. മുരളി, ഞാനൊന്ന്. അങ്കിളെ മോളെ പറയുന്ന കേക്ക്. അങ്കിളെ
മോളെ മമ്മി വീട്ട് മക്കളെ, കേറി പോവാ. ഒന്ന് നിർത്തി. ഇയാൾ ഇവിടുത്തെ തോട്ടക്കാരനല്ലേ? അതെ സാർ. പേര് ശങ്കരൻ. താൻ ആദ്യം പോയി ഒരു മൺവെട്ടി എടുത്തോണ്ടോ. എന്തിനാ സാറേ? ഇയാൾ പറഞ്ഞതനുസരിച്ചാ മതി. പോയി എടുത്തോണ്ട് വേണം. എന്താ എന്താ ഇവിടെ? ഇയാളോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത് എന്നെ എന്റെ കുടുംബത്തെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുതെന്ന്? അതെ, ഇത് ഇയാളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കേസല്ല. നിങ്ങൾ എന്റെ വീടിന്റെ കോമ്പൗണ്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്ത് ജോലി? അതായത് 6 വർഷം മുമ്പ് ആലപ്പുഴയിലെ ഒരു ഭഗവതി ക്ഷേത്രത്തിൽ ഒരു വിഗ്രഹമോഷണം ഉണ്ടായി. കേസിൽ പ്രതിയായി സംശയിക്കുന്നത് ഇയാളെയാണ്. വിഗ്രഹം ഇവിടെ കുഴിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ സംശയം. അതുകൊണ്ട് ഇവിടെ കുഴിച്ചു നോക്കിയേ പറ്റൂ. കുഴിക്കടോ.